ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെയുള്ള ഒരു ഓവർലാപ്പ് സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. നേരത്തെ ഞാൻ ദുപ്പട്ട മേക്കിംഗ് ആൻഡ് ഹോം എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ താഴെ വന്ന ഒരു കമൻറ്റിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ലെന്ത് എടുത്തിരിക്കുന്നത്, ക്ലോത്തിന് ലെന്ത് എടുത്തിരിക്കുന്നത് 25 ഇഞ്ചാണ്. വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 48 ഇഞ്ചുമാണ്. 48 ഇഞ്ച് വിഡ്ത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇടുക. ഇത് ഫോൾഡഡ് സൈഡാണ്, ഇത് ഓപ്പൺ സൈഡുമാണ്. ഈ ഓപ്പൺ സൈഡിലാണ് നമുക്ക് മാർക്കിംഗ് ചെയ്യേണ്ടത്. ഇതേപോലെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. നമുക്ക് എത്രയാണ് ഓവർലാപ്പ് ഇങ്ങനെ കയറി നിൽക്കേണ്ടത് അതിന് അനുസരിച്ച് ഇതേപോലെ റൗണ്ട് ചെയ്ത് വരച്ചെടുക്കാം. ഞാൻ ഈ കോർണറങ്ങ് റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റൗണ്ട് ചെയ്തതിന് ശേഷം ഇതേ മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഇനി ഇലാസ്റ്റിക്കിന് വേണ്ടി 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. സ്കേർട്ടിന് ടോട്ടൽ ലെന്തായിട്ട് വേണ്ടത് 28 ഇഞ്ചാണ്. ഈ ഒരു പീസിൽ നമ്മൾ 25 ഇഞ്ച് എടുത്തു. അതിൽ 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് പോകും. ബാക്കി 23 ഇഞ്ചാണ് കിട്ടുന്നത്. ഈ ഒരു പീസിൽ മാർക്കിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെയാണ് നമ്മൾ റാപ്പ് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഞുറിവിട്ടെടുക്കാനായിട്ട് ഒരു പീസ് കൂടെ ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. 5.5 ഇഞ്ചാണ് ഇതിന് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. ലെന്ത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടുന്നോ അത്രയും തന്നെ എടുക്കുക. അത്രയും ഞുറിവ് കിട്ടിയാൽ ഭംഗിയുണ്ടാവും. അതിനുശേഷം 2 ലെയർ ഇതേപോലെ ഇട്ടതിന് ശേഷം സൈഡ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് നമുക്ക് ഞുറിവിട്ടെടുക്കാം. ഞുറിവിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്കേർട്ട് എടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്കേർട്ട് എടുക്കാം. അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 3.5 ഇഞ്ച് തുടങ്ങുന്ന പോർഷനിലാണ് നമ്മൾ ഈ ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. ക്ലോത്തിൻ്റെ നല്ല സൈഡ് രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ടിരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതേപോലെ അടുത്ത സൈഡും മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയാകും. ഇങ്ങനെ ഞുറിവ് അറ്റാച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഇതേപോലെ ഇട്ട് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു സ്കേർട്ടാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ മുകളിലത്തെ പോർഷൻ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇങ്ങനെ ഈ ഒരു പോർഷൻ ഇത്രയും ഭാഗം ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് 23 ഇഞ്ച് ലെന്തുള്ള ഒരു ഇലാസ്റ്റിക് എടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക്കിനെ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. 3-4 സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് ഫോൾഡ് ചെയ്ത് ഇലാസ്റ്റിക് അതിനുള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് ഫുൾ റൗണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഫുൾ റൗണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഇലാസ്റ്റിക് വാഷ് ചെയ്യുമ്പോൾ തെന്നി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മിഡിൽ പോർഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയായാൽ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. Thank you for watching this video. See you in the next video.